മലപ്പുറത്തുകാരുടെയും കോഴിക്കോട്ടുകാരുടെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള പാൽവായ്ക്കയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നോമ്പിനൊക്കെ ഒരുവിധ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാറുമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. നല്ല പെർഫെക്റ്റ് സ്ട്രക്ചറിലും ചിലതുണ്ടാവും തിക്കായി പോകുന്നത്, ചിലത് ഓവർ ലൂസായി പോകുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് കറക്റ്റ് അളവിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ചൊവ്വരി വേവിച്ചെടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ 1/3 കപ്പ് ചൊവ്വരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/3 കപ്പ് എന്ന് പറയുമ്പോൾ 1/4 കപ്പിലേറെ കുറച്ച് 2 ടേബിൾ സ്പൂൺ കൂടെ കൂടും കേട്ടോ. അപ്പോൾ ചെറിയ ടൈപ്പിലുള്ള ഈ ഒരു ടൈപ്പ് ചൊവ്വരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ കുക്കായി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് കുക്കായിട്ട് വരും. അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി വരും. ഒരുപാട് സമയം എടുക്കൊന്നുമില്ല. ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും കേട്ടോ. ആ ഒരു ചൊവ്വരിയൊക്കെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം മുഴുവനായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ്ടിരിക്കൊന്നും വേണ്ട. കുറച്ചൊക്കെ ട്രാൻസ്പെറൻ്റ് ആവാത്തതുണ്ടെങ്കിൽ അത് അതിൽ കിടന്നിട്ട് തന്നെ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടല്ലോ, അതിൽ കിടന്നിട്ട് തന്നെ അത് ഫുള്ളായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നോളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാനിതൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാനത് 2 കപ്പ് വെള്ളത്തിലാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. വെള്ളം കുറഞ്ഞു പോകരുത്, അടി പിടിക്കും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. അങ്ങനെ ടോട്ടൽ ഒരു 8-10 മിനിറ്റ് കൊണ്ട് തന്നെ അത് കുക്കായിട്ട് കിട്ടിക്കോളും. ഇനി നമുക്ക് വേറൊരു സോസ് പാനിലേക്ക് ഒരു 3 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ഒന്ന് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒന്നായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നെയ്യിൽ തന്നെ ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും അതിൽ വറുത്തെടുത്ത ശേഷം നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫസ്റ്റിൽ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ആ ഒരു പാലിലും ഒക്കെ കിടന്നാൽ ഇത് തണുത്തു പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നാലും അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് ഞാനൊരു നെയ്യിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു നെയ്യിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. നമ്മളെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നേന്ത്രപ്പഴമാണ്. അപ്പം ഞാനിവിടെ 2 നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. 2 നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത്. 2 മീഡിയം വലിപ്പത്തിലുള്ള പഴം ഇതുപോലെ 4 പീസായിട്ട് ഒരു പഴത്തിൻ്റെ 4 കട്ടാക്കിയിട്ട് അങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. പകുതി മുറിച്ചിട്ടുള്ള ആ ഒരു ഷേപ്പിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ആ നെയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് നേരം ഇട്ട് വഴറ്റിയെടുക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1/3 കപ്പ് ചൊവ്വരിയിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാല് അതിലേറെ കുറയ്ക്കരുത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വരുന്ന സമയത്ത് നല്ല ലൂസായിട്ടൊക്കെ നമുക്ക് തോന്നിയെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അത് തിക്കായിട്ട് വരും. അപ്പോൾ ഇത് കറക്റ്റ് അളവാണ്. 1/3 കപ്പ് ചൊവ്വരിയിലേക്ക് 2 പഴവും അതുപോലെ തന്നെ 1/2 ലിറ്റർ പാലും. എന്നിട്ട് ഈ പഴം ഈ ഒരു പാലിൽ കിടന്നിട്ട് വേണം വെന്ത് കിട്ടാനായിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പഴത്തിൻ്റെ കളർ നമുക്കറിയാമല്ലോ, അതിലേറെ ഒന്നുകൂടെ നല്ലൊരു യെല്ലോ കളറായിട്ട് വരും. ഒരു 2-3 മിനിറ്റ് തിളക്കുന്ന സമയത്ത് തന്നെ ഈ പഴം നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒരു ചെറിയ തീയിലിട്ടിട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മധുരമൊക്കെ ചേർക്കുമ്പോൾ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു യെല്ലോ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചൊവ്വരി ചേർത്ത് കൊടുക്കും. അപ്പോൾ ചൊവ്വരിയൊക്കെ കണ്ടോ, നേരത്തെ അതിലേറെ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടെ. ഒരുപാട് സമയം നമ്മൾ ചൊവ്വരി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അത് ലൂസായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് അതും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് സമയമായിട്ട് തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് ലൂസാണ് എന്നൊക്കെ. അതൊന്നും ഇല്ല. ഇതൊന്ന് തിളച്ച് കുറച്ച് സമയം തണുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വരും കേട്ടോ.
അപ്പോൾ അത് തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പാൽവായ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് തണുത്തതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ തണുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്, ഇപ്പം ഇങ്ങനെ പായസത്തിൻ്റെയും ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പം ഇത് ചൂടാറും തോറും അത് തിക്കായി വരികയാണ് ചെയ്യുക കേട്ടോ. ചിലരുണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങ് ടൈറ്റായിട്ട് നമുക്ക് കഴിക്കാനൊന്നും തോന്നില്ല അല്ലേ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലാണ്ടിരിക്കാനാണ് ഈ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, ഒരു 10 മിനിറ്റിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പാൽവായ്ക്ക. ഇതാണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാലിൻ്റെ അളവും ഒക്കെ കുറച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഈ രീതിയിലാണ് ഇതിപ്പോൾ കുറച്ചുകൂടെ ചൂടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യുന്നതാണ്. കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ ഒന്നുകൂടെ തിക്കായിട്ട് വരും. ഇത് തിക്കാവുന്നതിന് ചൂടാറുന്നതിനനുസരിച്ച് തിക്കായിട്ട് വരിക കേട്ടോ ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. തേങ്ങാപ്പാൽ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റിയാണ്. നമ്മൾ പാലിൽ പഴം വേവിച്ചെടുത്തില്ലേ, അതിന് പകരം 2ാം പാലിൽ പഴം വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് 1ാം പാൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ നല്ല റെസിപ്പീസിനായി നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.